ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനൂസ് വേൾഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മലപ്പുറംകാരുടെ സ്പെഷ്യലായ പുളയും ഇറച്ചിയും, അതുപോലെ തന്നെ കപ്പ ബിരിയാണി, എല്ലും കപ്പ എന്നീ പല പല പേരുകൾ അറിയപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. ഇൻഗ്രീഡിയൻസ്: കപ്പ, ബീഫ്, സവാള, ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കപ്പയാണിത്. ഇതിനിങ്ങനെ ചെറുതാക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ പാനിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്, കുക്കറിലല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, അത് നമുക്കറിയാലോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ പാകം, വെള്ളത്തിൻ്റെ പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു പാകം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നല്ലോണം ഉടഞ്ഞ് തന്നെ കപ്പ വരണം, എന്നാലാണ് ഇതൊരു നല്ലോണം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബീഫിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് റെഡിയാക്കാം. ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും ഒരു 4 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതാ നമ്മുടെ കപ്പ ഇവിടെ പകുതി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലും അതുപോലെ തന്നെ ബോൺലെസ്സും കൂടെ എടുത്തിട്ടുണ്ട്, മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ശരിക്കും എല്ല് വെച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയുമാണ് മസാലപ്പൊടികളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 തണ്ട്, അല്ലെങ്കിൽ 1-2 തണ്ടായാലും കുഴപ്പമൊന്നുമില്ല, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 തണ്ട് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 10-15ഓളം ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ചെറിയ ഉള്ളിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ബീഫ് എപ്പോഴും നല്ലതാണ് ചെറിയ ഉള്ളിയുടെ എണ്ണം കൂട്ടുന്നത്. ഇനി അതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് വേണം വയ്ക്കാൻ. നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ അത്ര നല്ലൊരു കപ്പ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ് വരും കേട്ടോ. ഇതിപ്പോൾ പൊടിയില്ല കപ്പ എന്നൊക്കെ പറയില്ലേ, അതല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ബീഫ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ വഴന്ന് വരുന്നുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില മസ്റ്റാണ് എൻ്റെ എല്ലാ റെസിപ്പീസിലും. അത് എവിടേക്ക് ഇടാൻ പറ്റുമോ അവിടേക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഇതാ ഇപ്പം നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 8 വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഇതിൽ കുറവാണ്. അത് കുഴപ്പമില്ല, നമ്മുടെ കപ്പയിൽ കുറച്ച് വെള്ളം ഉണ്ട്, അതുകൊണ്ട് അത് ബാലൻസ് ചെയ്ത് പൊയ്ക്കോളും. ഇനി നമുക്ക് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലൊരു ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബീഫിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പം ഒന്നും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയും കൂടെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഈ ഒരു ബീഫ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു 5-10 മിനിറ്റ് നേരം ഒന്നും കൂടെ ചൂടാക്കി എടുക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിലിപ്പോൾ കണ്ടോ ഒട്ടും വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പോളം, നിങ്ങൾ ബീഫിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിപ്പോൾ കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് ഞാനൊരു 1/2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഈ ബീഫിലെ മസാലയും ഈ വെള്ളമൊക്കെ കൂടി നന്നായിട്ട് മിക്സായി വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലൂസായ കപ്പയാണ് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ കപ്പയും ബീഫും ഒക്കെ ഒന്നും വേർതിരിച്ച് നിൽക്കരുത്, അതുപോലെ മിക്സ് ആക്കി എടുക്കണം. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ഇതെല്ലാം കൂടെ മിക്സ് ആക്കി വരണമെങ്കിൽ നന്നായിട്ട് ടൈം എടുക്കും. ഇതാ ഇപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും 1-2 പച്ചമുളക് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതും വേറൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ മക്കൾ കഴിക്കാനുള്ളത് കൊണ്ടാണ് അങ്ങനെ പച്ചമുളക് ഇടാത്തത്. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, വലുതാക്കി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും റിലേറ്റീവ്സായിട്ടും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനിയൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.